ഹായ് ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്കിൻ്റെ സൈഡിലേക്ക് ബീഡ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ ഷുഗർ ബീഡ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ നെക്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഡിസൈൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ എടുത്തേക്കുന്ന ഷുഗർ ബീഡ്സ് ആണ്. ഷുഗർ ബീഡ്സ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നീഡിൽ നമ്പർ 9 അല്ലെങ്കിൽ 10 ഏറ്റവും ചെറിയ സൂചിയാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ ആ ഒരു ലൈന് നമ്മൾ സ്റ്റെമ്മായിട്ട് ചെയ്യുന്നത് ഫുള്ളായിട്ട് നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാ ബീഡ്സ് വർക്ക് ചെയ്യുന്ന വീഡിയോസിലും ഇതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മെത്തേഡാണ്. നമുക്ക് ബീഡ്സ് അവിടെ സെക്യൂറായിട്ട് നിർത്താൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാം. നമുക്ക് അതായത് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു രീതിയാണിത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് 5 ബീഡ്സ് വീതം എടുക്കാം. ഷുഗർ ബീഡ്സ് ആയതുകൊണ്ട് ചെറിയ ബീഡാണല്ലോ, അപ്പോൾ നമുക്ക് 5 എണ്ണം വീതം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് താഴേക്ക് കുത്തി കൊടുത്ത് എടുക്കുക. പിന്നെ നമ്മൾ താഴേന്ന് മേളിലേക്ക് കുത്തിയെടുക്കുക. ഒരു ബീഡിന് ബാക്കിലേക്ക് കുത്തിയെടുത്തിട്ട് അതിനുള്ളിലൂടെ കടത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബീഡ് നല്ല സെക്യൂറായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ അടുത്ത ഒരു സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ടൊരു ഗ്യാപ്പ് വരത്തുമില്ല. അപ്പോൾ ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ സ്റ്റെമ്മൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് പേജൊന്ന് ഫോളോ ചെയ്യാനും മറന്നു പോരുതേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടല്ലേ നമുക്കെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ ചെയ്യാൻ മറന്നു പോയത് കേട്ടോ. ഇത് നമ്മൾ നെക്കിൻ്റെ സൈഡിലേക്ക് മാത്രമാണ് ചെയ്യുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റെമ്മൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലീഫാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ലീഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ബീഡ്സ് ആകുമ്പം ആ ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടണം. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതുപോലെ ഒരു 5 സ്റ്റിച്ച്, അതായത് ഒരു 5 ബീഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ രണ്ടെണ്ണം വീതം എടുത്ത് സ്റ്റിച്ച് ചെയ്യാവുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ആ ഒരു വളഞ്ഞിങ്ങനെ വരുന്നത് നമുക്കറിയാമല്ലോ, ലീഫിൻ്റെ ഒരു ഷേപ്പ് ആ ഒരു രീതിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 വീതം എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണെന്ന് നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ലീഫിൻ്റെ ഒരു എക്സാക്റ്റ് ഒരു ലുക്കിൽ നമുക്ക് കിട്ടും. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഒരു 1 സൈഡ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു. നമ്മൾ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് 2 വെച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു 5 എണ്ണം വീതം ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സെൻറ്ററിലും അതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഒറ്റ ലൈനിൽ ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 2ആയിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ സെൻറ്ററിൽ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടി ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് ലീഫും എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സെയിം പാറ്റേൺസ് അല്ലെങ്കിൽ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈനല്ലേ. നമുക്ക് കുർത്തീസൊക്കെ പ്ലെയിൻ കുർത്തീസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ഡിസൈനാണ്. അപ്പോൾ ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഗോൾഡൻ കളർ ബീഡ് ആയതുകൊണ്ട് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ് ഞാൻ എപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള ബീഡ്സ് വർക്കിൻ്റെ ത്രെഡ് വർക്കിൻ്റെ ഒക്കെ വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി നോക്കാം. അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ.
ഇതേപോലെ നമ്മൾ സെക്കൻഡ് ലീഫും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേർഡ് ലീഫും അതുപോലെ തന്നെ ഇപ്പുറത്ത് വശത്തേക്ക് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ മേളിലേക്ക് എല്ലാ ലീഫും ഇതേപോലെയാണ് ചെയ്തെടുക്കണം. അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഔട്ട്ലുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.